ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്നൊരു തോന്നലാണ് കേട്ടോ, അമ്പലത്തിൽ പോയാലോ എന്ന്. അപ്പോൾ വേദുദ സ്വാമീനെ കാണാൻ പോവുക പറഞ്ഞിട്ടാണ് നോക്കുന്നത് കേട്ടോ. 7:30 കഴിഞ്ഞ്. അപ്പം ഞാനും വേദുട്ടനും മാത്രം കേട്ടോ പോകുന്നത്. ബേബി നല്ല ഉറക്കമായിരുന്നു, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവളെ ശല്യം ചെയ്തില്ല. അപ്പം ഞാനും വേദുട്ടനും നടന്ന് പോകട്ടെ. അതാ പോകുന്ന അപ്പൂപ്പനും അമ്പലത്തേക്കാണ് ഇട്ടോ ഗൈസ്. എന്നും പോവും. ഞങ്ങളങ്ങനെ എന്നും പോകാറൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ പോകാറുള്ളൂ കേട്ടോ. തൊട്ടടുത്താണെങ്കിലും നമ്മളങ്ങനെ എപ്പോഴൊന്നും പോകാറില്ല, ഇടയ്ക്കൊക്കെ പോകട്ടോ. അങ്ങനെ ദൈവത്തിൻ്റെ ഇടയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ വേദു കണ്ടോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പൂപ്പോൾ പാവണ്ടടി, കൈയൊക്കെ പിടിച്ചിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവൻ്റെ കൂടെ വരുന്നത്. കൊടയൊക്കെ അവൻ്റെ വേണം, അവന് അത് തന്നെ പിടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഉണ്ണി, അമ്മ പിടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളോട് ചോദിക്കുമായിരുന്നു അപ്പൂപ്പനെ, ഞങ്ങൾ അപ്പോഴാണ് കേട്ടോ കണ്ടത്, എങ്ങടെ പോട് അമ്പലത്തേക്കാടോ അതാ അതേ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദു ഇതാ അപ്പൂപ്പ അതൊക്കെ വിളിച്ചായിരുന്നു, പക്ഷേ ചെവിട് കേൾക്കില്ല കേട്ടോ അധികം. അപ്പോൾ അത് കാരണം അപ്പൂപ്പനെ കേട്ടില്ല. അപ്പോൾ ഇതാ ഈ അമ്പലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. വെള്ളടിക്കുന്ന് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം. ഇങ്ങോട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സപ്താഹ വായന ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നത് ഇവിടെയാണല്ലോ ഗൈസ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ അതാ അമ്പലത്തിൽ നായ ഉണ്ട് എന്നൊക്കെ വേദു പറയായിരുന്നു. പിന്നെ ഞങ്ങൾ പുഷ്പാഞ്ജലി കഴിച്ചു കേട്ടോ, എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. ഇത് അവിടെ വലിയ ആൽമരൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഗൈസ്, രാവിലെ നമ്മുടെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് കിട്ടുക, നല്ലൊരു മനസ്സിനൊക്കെ ഒരു കുളിർമ കിട്ടി. പിന്നെ ഇതാ പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേദുവിൻ്റെ വക കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാട്ടോ ഗൈസ്, കണ്ടോളൂ. എന്താ വേദു വേണ്ട ഇങ്ങോട്ട് നോക്ക്, നമ്മളെ അമ്പലത്തേക്ക് തൊഴാനാ വന്നത്. മാമു എപ്പോഴറിയോ, പ്രതിഷ്ഠാദീനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോഴാണ് അമ്പലത്തിൽ വന്ന് മാമുണ്ണുക. മനസ്സിലായോ ഗൈസ്? ഇവൻ്റെ വിചാരം അമ്പലത്തേക്ക് വരുന്നത് മാമുണ്ണാനാന്നോ? അവൻ്റെ വിചാരേ മാമുണ്ട് അവിടെ ഇവിടെ പ്രതിഷ്ഠാദിനത്തിനൊക്കെ വരുമ്പോൾ. കുറച്ചായിട്ട് വരാം അല്ലേ, ഉച്ചയ്ക്ക് വരാം. വാ നടക്ക. നമുക്കിപ്പോൾ മിഠായി വാങ്ങിത്തരാം അമ്മ. കേട്ടില്ലേ ഗൈസ്, കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തേക്ക് പാമ്പുണ്ട മാത്രമായിട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ നന്നായി പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു അമ്പല ദർശനം.